ചിലരെ കണ്ടിട്ടില്ലേ, ഏതെങ്കിലും രോഗങ്ങളെക്കുറിച്ച് കേട്ട് കഴിഞ്ഞാൽ അയ്യോ എനിക്കതുണ്ടോ, നേരെ പോയി ഗൂഗിളിൽ പോയി ആ അസുഖത്തിന്റെ ലക്ഷണങ്ങൾ പരിശോധിക്കും. ലക്ഷണങ്ങൾ നോക്കുമ്പോൾ ഒരു 7 ലക്ഷണങ്ങളിൽ 1-2 എണ്ണം നിങ്ങൾക്കുണ്ട്. അയ്യോ പിന്നെ ടെൻഷനായി, പിന്നെ ഡോക്ടറെ പോയി കാണുന്നു, എനിക്ക് ഈ രോഗമുണ്ടോ എന്ന് സംശയം തോന്നുന്നു. കഴിഞ്ഞ ദിവസം ഒരു കേസ് അനുഭവം പറയാം. അദ്ദേഹം വളരെ ഹെൽത്തി ആയിട്ട് നടന്നുകൊണ്ടിരുന്ന ആളാണ്. നട്ടലിന്റെ ഭാഗത്ത് രാവിലെ എഴുന്നേറ്റപ്പോൾ ചെറിയൊരു വേദന വന്നു. അദ്ദേഹം അടുത്തുള്ള ഡോക്ടർ കണ്ടു, കുഴപ്പമൊന്നുമില്ല. എന്നാൽ അദ്ദേഹത്തിന്റെ വേറൊരു സുഹൃത്ത് ഡോക്ടർ അദ്ദേഹത്തിന്റെ കൂടെ ഓഫീസിൽ കാണാനായിട്ട് വന്ന സമയത്ത് പറഞ്ഞു അയ്യോ എടാ സൂക്ഷിക്കണം, ഇത് നിനക്ക് വൃക്കയുടെ കേട് വരാനുള്ള സാധ്യതയുണ്ട്. അതോടുകൂടി പുള്ളിയുടെ സമാധാനം പോയി. പിന്നെ പോയിട്ട് ഒരു ഡോക്ടറെ കണ്ടു, വൃക്കയ്ക്ക് ഒരു കുഴപ്പമില്ല എന്ന് കണ്ടെത്തി. എന്നിരുന്നാൽ പോലും അദ്ദേഹം വീണ്ടും നട്ടലിന് എന്തെങ്കിലും പ്രശ്നമാണെന്ന് കരുതി ജോലിക്ക് പോകാതെ ബെഡ് റെസ്റ്റ് എടുത്ത് വീട്ടിൽ നിൽക്കാൻ തുടങ്ങി. ഈ രീതിക്ക് അമിതമായിട്ട് രോഗങ്ങളെ കുറിച്ചുള്ള ആങ്സൈറ്റി നിങ്ങളെ സ്വയം അറിയാതെ രോഗത്തിലേക്ക് കൊണ്ടുവന്നെത്തിക്കും. പലപ്പോഴും നമ്മൾ രോഗങ്ങളുടെ പേരുകൾ കേട്ടാൽ ഉടൻ തന്നെ ഗൂഗിൾ എടുത്ത് അതിനെപ്പറ്റി പരിശോധിച്ച് നോക്കുക, കൂടുതൽ രോഗങ്ങളെ പറ്റി പഠിക്കാൻ ശ്രമിക്കുക, ഡോക്ടർമാർ പറയുന്ന കാര്യങ്ങളൊക്കെ കേട്ട് ഇടയ്ക്കിടയ്ക്ക് പോയി ഡോക്ടർമാരെ കാണുക. ഇതെല്ലാം നിങ്ങളുടെ ഉള്ളിൽ വളർന്നു വരുന്ന ഹെൽത്ത് ആങ്സൈറ്റിയുടെ ഭാഗമാകാം. ഇങ്ങനെ ആരോഗ്യത്തിനെ കുറിച്ച് അമിതമായിട്ടുള്ള ഉത്കണ്ഠ പലപ്പോഴും നിങ്ങളെ ഒരു രോഗിയാക്കി മാറ്റാൻ കാരണമാകും. വെറുതെ നിങ്ങൾ അസുഖങ്ങളെ കുറിച്ച് പഠിക്കാതെ നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ നോക്കി ദൈനംദിന പ്രവർത്തനങ്ങൾ മുന്നോട്ട് നോക്കുക. രോഗങ്ങൾ വരുമ്പോൾ വരട്ടെ, അതിനെ അപ്പോൾ ഫേസ് ചെയ്യാം എന്ന രീതിക്ക് ധീരമായിട്ട് മുന്നോട്ട് പോകാൻ നോക്കുക. ആവശ്യമില്ലാതെ രോഗങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നത് നിങ്ങളുടെ പുറത്ത് ഏതെങ്കിലും കച്ചവട താല്പര്യമുള്ള മെഡിക്കൽ കമ്പനികൾ നിങ്ങളെ ഒരു കച്ചവട ചരക്കാക്കി മാറ്റുമെന്നല്ലാതെ നിങ്ങൾക്ക് അതുകൊണ്ട് ഒരു പ്രയോജനം ഉണ്ടാകില്ല.